ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹഠയോഗ പ്രദീപികയിലെ ഒരു ശ്ലോകം നോക്കാം. യുവാ വൃദ്ധോ വിവൃദ്ധോ വാ വ്യാധിതോ ദുർബലോപി വാ അഭ്യാസാത് സിദ്ധിമാപ്നോതി സർവയോഗേഷുദം ത്രിദഃ. യുവാവായിക്കോട്ടെ, വൃദ്ധനായിക്കോട്ടെ, അതിവൃദ്ധനായിക്കോട്ടെ, രോഗിയായിക്കോട്ടെ, ദുർബലനായിക്കോട്ടെ, ഏത് തരത്തിലുള്ള വ്യക്തിക്കും ശരിയായിട്ടുള്ള രീതിയിൽ യോഗ അഭ്യസിച്ചാൽ, മടി കൂടാതെ അഭ്യസിച്ചാൽ സിദ്ധി കൈവരിക തന്നെ ചെയ്യുമെന്ന് ഇവിടെ മഹർഷി സാത്മാരാമൻ നമ്മളോടൊക്കെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോഗ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വിദ്യയാണ്, എല്ലാവർക്കും അഭ്യസിക്കാവുന്നതാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇപ്പോൾ യോഗയ്ക്ക് നല്ല പ്രചാരം പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രചാരത്തിലായിരിക്കുന്നു യോഗ. എല്ലാവരും യോഗ അഭ്യസിക്കുന്നുണ്ട്. എന്നാലും സംശയമാണ് എല്ലാവർക്കും. ഏത് വയസ്സ് വരെ ചെയ്യാം, ഏത് വയസ്സിൽ ചെയ്യാം എന്നിങ്ങനെ ഒട്ടേറെ സംശയങ്ങളുണ്ട്. അപ്പം നമുക്കറിയാം, യോഗ എല്ലാവർക്കും അഭ്യസിക്കാം എന്നുള്ളത് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുകയും ഇതിലൂടെ നമ്മൾ അറിയേണ്ട വസ്തുത, ഏതൊരുവനെയും അവനവൻ്റെ അവസ്ഥയിൽ നിന്ന് ഉണർത്തുന്ന ഒരു വിദ്യയാണ് യോഗ. അത് അഭ്യാസവും ജ്ഞാനവും സമന്വയിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് ശരിക്കും. ആ രീതിയിലൂടെയാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 5-10-12 വർഷങ്ങൾക്ക് മുമ്പ് യോഗ അഭ്യസിക്കാനായിട്ട് വന്ന ഒരു കുട്ടി 10-23 വയസ്സായിരുന്ന അവർക്ക് അന്ന് പ്രായം. അപ്പോൾ അവർക്ക് സന്ധിവാതം, കലശലായിട്ടുള്ള സന്ധിവാതം, പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തി പലതരത്തിലുള്ള ചികിത്സാ രീതികളിലും ഫലിക്കാതെ വന്നപ്പോൾ 2 നേരവും പെയിൻ കില്ലറാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ യോഗയ്ക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വന്നോട്ടെ, എല്ലാവരോടും ഞാൻ അങ്ങനെ പറയാം, യോഗ ചെയ്യും മാറുന്നതാണ്. അത് പണ്ട് മുതൽക്കേ നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു അറിവാണ്. യോഗ ചെയ്താൽ ശരിക്കും മാറും, എല്ലാ അസുഖം മാറും എന്നിങ്ങനെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി, നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. ഭയങ്കര പെയിനാണ് കേട്ടോ ആ സമയത്ത്. ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നല്ല കലശലായ സമയമാണ്. വളരെ അധികം പനി ഉള്ള സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ വരുന്ന ദിവസം ആ കുട്ടിക്ക് പനിക്കുന്നില്ല, പക്ഷെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ക്ലാസ്സിൽ വന്ന് ചെറിയ സിമ്പിൾ ജോയിൻസ് മൂവ്മെൻ്റാണ് കൊടുക്കാൻ സാധിച്ചുള്ളൂ. കാരണം അത്രയും പെയിൻഫുള്ളാണ്. കലുമയാണ്, കാലിൻ്റെ വിരലുകളിലാണ് അങ്ങനെ ചെറുതായിട്ട് വീർമതയുണ്ട്, അവിടെയാണ് വളരെയധികം കൂടുതലായിട്ട് വേദനയുള്ളത്. ഒരു 5 ദിവസത്തെ പ്രാക്ടീസ്, പ്രാണായാമം ചെയ്തിരുന്നു, മെഡിറ്റേഷൻ കൊടുത്തിരുന്നു. പിന്നെ സിമ്പിളായിട്ട് കാലിൻ്റെ വിരൽ മാത്രം ഒരു 3-5 തവണ 5 ദിവസം കൊണ്ട് സാധിച്ചുള്ളൂ. അത്രയും കൊടുത്തപ്പോഴേക്കും അവർക്ക് വളരെയധികം മാറ്റം കണ്ടു. അവർ പെയിൻ കില്ലർ താനെ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ അവർ 2 നേരത്തെയും പെയിൻ കില്ലർ നിർത്താൻ അവർക്ക് സാധിച്ചു. അതിനെ 20 ഡേയ്സിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ക്ലാസ്സിന് ശേഷം അവർ ഗ്രൂപ്പ് പ്രാക്ടീസിലേക്ക് വേദന കംപ്ലീറ്റ് മാറി. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടാവും, അത്രയും സ്റ്റുഡൻസിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഇത് അതിമഹത്തായ ഒരു വിദ്യയാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണിത്. പല വിധത്തിലുള്ള വാതരോഗങ്ങൾ, ശ്വാസമുട്ടൽ, ശ്വാസസംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കും, അതുപോലെ തന്നെ ഇപ്പോൾ ഈയിടെയൊക്കെ ആയിട്ട് കുറേ അധികം തൈറോയിഡിൻ്റെ പ്രോബ്ലംസ്, ഇതെല്ലാം മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ പല അസുഖങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അതായത് അനുഭവത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും. ഒട്ടനവധി അസുഖങ്ങൾ ഇതിലൂടെ മാറുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചില അസുഖങ്ങൾ മാറുന്നില്ല എങ്കിലും അവർ അവരുടെ അവസ്ഥയിൽ അവർ ആനന്ദത്തോടെ ജീവിക്കാൻ അവർ പ്രാപ്തരാകുന്നു. ചില അസുഖങ്ങൾ വിട്ടുമാറില്ല, അത് പൂർവ്വജന്മ കർമ്മഫലങ്ങളിലൂടെ വരുന്നതാണ്. അപ്പോൾ ചിലത് മാറില്ല, ചിലത് മാറും. എന്നാലും നമ്മൾ ബുദ്ധിമുട്ടാതെ ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്
യോഗ അഭ്യാസിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം. മാനസികമായ പ്രശ്നങ്ങൾ, ടെൻഷൻ, അതുപോലെ ഒട്ടനവധി. ഇപ്പോൾ ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. കാരണം എത്ര കിട്ടിയാലും തൃപ്തി പോരാ നമുക്ക്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ തൃപ്തി പോരായ്മയാണ് ശരിക്കും നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ കുറവ് എന്ന് ശരിക്കും പറയാം. ഈ തൃപ്തിയാകണമെങ്കിൽ നമുക്ക് ഞാൻ ആര് എന്നുള്ളത് അറിയാൻ സാധിക്കണം. നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ വേണം. അപ്പോൾ തിരിച്ചറിവിലൂടെയാണ് നമുക്ക് ജീവിതം ആനന്ദപ്രദമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾക്കും, ദേഷ്യം, ഒരുപാട് നമ്മളിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വരുന്നത് അവനവനിലുള്ള ചില പോരായ്മകൾ കൊണ്ടാണ്. ദേഷ്യം വരുന്നത് നമ്മളിലുള്ള എന്തെങ്കിലും കുറവ് നമ്മളിലുണ്ടാകുമ്പോൾ അത് ദേഷ്യമായിട്ട് പുറത്തു വരികയാണ്. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ എല്ലാത്തിനും ഒരു പരിഹാരമാണ് യോഗ. കാരണം നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി, ചെറുതും വലുതുമായ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമാണ്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്കമായിട്ടുള്ളത് ഈ ഗർഭാവസ്ഥയിൽ യോഗ വളരെയധികം അത് നമ്മൾക്ക് നല്ലൊരു അനുഭവമാണ്. ഗർഭാവസ്ഥയിലുള്ള ഒട്ടനവധി പേർ അഭ്യസിച്ച് വരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു പീരീഡ് 10 മാസം ആനന്ദത്തോടെ സന്തോഷത്തോടെ അവർക്ക് ആ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. കുട്ടികൾക്കും ആ ഒരു എഫക്റ്റ് ഉണ്ടാകും. നല്ല ആരോഗ്യവാന്മാർ അല്ലെങ്കിൽ ആരോഗ്യവതികളായ കുട്ടികളെ നമുക്ക് ഈ സമൂഹത്തിന്, ഈ ലോകത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതും വളരെയധികം എടുത്തു പറയത്തക്ക ഒന്നാണ്. വയോജനങ്ങൾക്ക് യോഗ വളരെയധികം പ്രയോജനപ്പെടുന്നു. അങ്ങനെ എല്ലാ അവസ്ഥയിലുള്ളവർക്കും യോഗ പ്രയോജനപ്പെടുന്നു. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സിദ്ധികൾ കൈവരുന്നത്. അഷ്ടസിദ്ധികളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. സിദ്ധികളിൽ പെട്ടുപോകരുത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒട്ടനവധി കഴിവുകൾ, ഒട്ടനവധി ഗുണങ്ങൾ എല്ലാം നമ്മളിലേക്ക് വന്ന് നിറയും. ഈ കഴിവുകളൊക്കെ വന്നു ചേരുമ്പോൾ ചിലർക്ക് അതിൽ പെട്ടുപോകും. ഞാനാണതിന് കാരണം. ഇതിനൊന്നും കാരണം നമ്മളല്ല. നമ്മൾ അഭ്യസിക്കുന്നതോടെ ആ ശക്തി, എല്ലാവരിലും ശക്തിയുണ്ട്. അവനവനിലുള്ള ശക്തി ഉണരാൻ തുടങ്ങുന്നു. ആ ശക്തി ഉണരുന്നതോടെ നമ്മൾക്ക് സുഖവും സന്തോഷവും അനുഭവിക്കാൻ തുടങ്ങുന്നു. ആ സന്തോഷാനുഭൂതി അല്ലെങ്കിൽ ആ ആനന്ദം എന്ന് പറയാം, കുറച്ചും കൂടെ ഉയർന്ന തലങ്ങളിലേക്ക് അഭ്യസിച്ച് നല്ല രീതിയിലൊക്കെ ദീർഘകാലം അഭ്യസിക്കും തോറും കുറേ കാലങ്ങളാകുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്കുണ്ട്, ചിലർക്ക് അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. എല്ലാം ആ ശക്തിയുടെ ഫലമായിട്ട് വന്നു ചേരുന്നതാണ്. നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഈ ആനന്ദാവസ്ഥയാണ് നമുക്ക് കൈവരേണ്ടത്. എല്ലാം ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. യോഗയുടെ ലക്ഷ്യം, ഹഠയോഗ പ്രദീപിക്കൽ സാത്മാരാമ മഹർഷി പറയുന്നുണ്ട്. ഈ ഹഠയോഗ ഹഠയോഗയുടെ ലക്ഷ്യം രാജയോഗമാണ്. രാജയോഗത്തിലേക്കുള്ള പടിയാണ് ഹഠയോഗം. രാജയോഗം എന്നാൽ എല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവ്. തീർച്ചയായും നമ്മുടെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ എത്തുന്നതോടുകൂടി ഈ തിരിച്ചറിവ് നമ്മളിലേക്ക് വന്നു ചേരുക, അഭ്യാസത്തിലൂടെ വന്നു ചേരും. അതുകൂടാതെ ഇത് ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിക്കുമ്പോൾ അവരിൽ നിന്ന് അവർ നമ്മളിലേക്ക് ലക്ഷ്യം പറഞ്ഞു തരും. ഇന്നതാണ് നമ്മളെല്ലാം ഒന്നെന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ യാത്ര എന്നുള്ള ലക്ഷ്യം നമ്മൾ അറിയുന്നതോടുകൂടെ നമുക്ക് ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ ജീവിതം ആനന്ദപ്രദമാക്കുവാൻ സാധിക്കും. എല്ലാവർക്കും ഈ ആനന്ദാവസ്ഥയെ പ്രാപിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.